ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവാനന്തര ചികിത്സയിലിരിക്കെ യുവതി മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ റിപ്പോർട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തള്ളി. വിശദമായ റിപ്പോർട്ട് അടുത്ത സിറ്റിംഗിന് മുൻപ് നൽകണമെന്നാണ് കർശന നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. യുവതിയുടെ മരണത്തിൽ കമ്മീഷൻ നേരത്തെ സ്വമേധയാ കേസെടുത്തതാണ്. കൂടുതൽ വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആർ ശ്രീജിത്ത്, ഗുഡ് ഈവനിംഗ്. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തള്ളിയത്? എന്തൊക്കെ അപാകതകളായിരുന്നു അതിലുണ്ടായിരുന്നത്? ഏപ്രിൽ 27-നാണ് ആലപ്പുഴ കരൂർ സ്വദേശി തൈവേലിക്കകത്ത് വീട്ടിൽ ഷിബിന 31 വയസ്സ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ മരിച്ചത്. അണുബാധയെ തുടർന്നായിരുന്നു ഷിബിനയുടെ മരണം. ഈ മരണത്തിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ ബന്ധുക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. വലിയ പ്രതിഷേധം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. ഇന്ന് ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ റഷീദിന്റെ സിറ്റിംഗ് ആലപ്പുഴ ഉണ്ടായിരുന്നു. ഈ യോഗത്തിനിടയ്ക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചു ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഈ റിപ്പോർട്ട് തള്ളിയത്. അതായത് ആവശ്യമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലില്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വീണ്ടും വിശദമായ റിപ്പോർട്ട് നൽകാൻ അടുത്ത സിറ്റിംഗിന് മുമ്പ് നൽകണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിൽ ശരിയായ ഫോർമാറ്റിലല്ല ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത് പരിഹരിച്ച് ഇത്തരം അപാകതകൾ പരിഹരിച്ച് പൂർണ്ണമായും കുറ്റമറ്റ രീതിയിലുള്ള റിപ്പോർട്ട് തങ്ങൾക്ക് കൈമാറണമെന്നാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നൽകിയ റിപ്പോർട്ട് ഒട്ടും തൃപ്തികരമല്ല എന്ന കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആർ ശ്രീജിത്താണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.